ആർപ്പിന്നാഥ് എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കലും ഒരു സാധനം. ബൈബിള് വായിച്ചായിരുന്നു ഇന്ന്. ഞാൻ വായിച്ചപ്പം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് എൻ്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തത്. ഇങ്ങനെയാണ് ഭാഗം: എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവിടെ ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ കായ്പാൻ കഴിയുകയുള്ളൂ. അതുപോലെ യേശുവിൽ, കർത്താവിൽ നാം വസിച്ചെങ്കിൽ മാത്രമേ നമുക്കും ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ദൈവം നമ്മെക്കുറിച്ച് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഫലം എന്നുള്ളത് നമുക്കറിയാം. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്ന സമയത്ത് ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉത്തമ വ്യക്തിത്വത്തിന്റെ ഉടമയാകുക എന്നുള്ളതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ദയ, പരോപകാരം, സ്നേഹം, സന്തോഷം, ഇതൊക്കെ നമ്മൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം യേശുവിനോട് ചേർന്ന് നിൽക്കണം. നാം കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നൊരു കട കണ്ടു. അപ്പം അങ്ങനെ കണ്ട സമയത്ത് അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് മുന്തിരി. ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഈ മുന്തിരിക്ക് എന്നാ വില എന്ന് ഇങ്ങനെ ചോദിച്ചു. നമ്മൾ കട മാർക്കറ്റിൽ ചോദിക്കട്ടെ, എൻ്റെ വിലയൊക്കെ അന്വേഷിക്കല്ല. അപ്പം അവർ പറഞ്ഞു 100 രൂപയാണ് കിലോയ്ക്ക് വില. ഒരു കിലോ മുന്തിരിയായിട്ട് വില 100 രൂപ. അപ്പം തൊട്ടിപ്പുറത്ത് അതിൻ്റെ ഞെടുപ്പിൽ നിന്ന് മാറി മുന്തിരിങ്ങ മാത്രമായിട്ട് കിടക്കുന്ന കുറേ ഉണ്ട്. അപ്പം അതിങ്ങനെ വ്യത്യാസമുണ്ടോ, മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ചോദിച്ചു അതിൻ്റെ വില എന്തുവാ? അപ്പം കടക്കാരൻ നേർപകുതി 50 രൂപ. ഓ, ഒരേ സാധനം. ഒന്ന് ഞെടുപ്പിനോട് ചേർന്ന് നിൽക്കുന്നു, മറ്റൊന്ന് ഞെടുപ്പിൽ നടന്ന് നിൽക്കുന്നു. എന്തോ അങ്ങനെ മാറി വിൽക്കാനുള്ള സെയിം സാധനത്തിന് വില വ്യത്യാസം എന്തുവാ? അവർ പറയുകയാണ്, ഈ ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഫലം പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിട്ടുപോകാൻ വേണ്ടി അതിന് വില കുറച്ച് വയ്ക്കുക. അപ്പം മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വിലയുണ്ടാവും. നമ്മൾക്ക് നമ്മൾ മലയാളത്തിൽ ഒരു വാക്കുണ്ട്, ഐക്യമത്യം മഹാബലം, ഒരുമയുണ്ടെങ്കിൽ കൊലക്കുമേലും കിടക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ള പ്രയോഗങ്ങളാണ്. വചനവും അത് തന്നെയാണ് പറയുന്നത്. ഐക്യതയെക്കുറിച്ചാണ് പറയുന്നത്, ഒന്നിച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, ഒരുമിച്ച് നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദാമിനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആദാമിനോട് ചേർന്നിരിക്കാൻ വേണ്ടി വെയിലാറുന്ന സമയത്ത് ഒപ്പം ഏദൻ തോട്ടത്തിലേക്ക് വരുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പാൻ വേണ്ടി വചനം പറയുന്നത്. കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി 12 പേരെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം ഈ ഐക്യത നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ മാറി നിന്ന് പോകും. ഒരു സംഘടനയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ സംഘടന അതിനൊരു ബലമുണ്ട്, ഒരു ശക്തിയുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലൊരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ട്. അപ്പം പഞ്ചായത്തിലൊക്കെ ചെന്നൊരു പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് വ്യക്തിപരമായി അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും അത് അവരെ വലിയ വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം നൽകാറില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പേരിൽ ഒന്നിച്ച് വയ്ക്കുമ്പോൾ, ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചെല്ലുമ്പോൾ, അതിൻ്റെ ഒരു പ്രസിഡന്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ ഭാരവാഹിയായിട്ടോ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പരിഗണനയാണ്. ഒരു കൂട്ടം ആളുകളെ അവർ കാണുന്നത്. അപ്പോൾ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. നോക്കിക്കേ, ഒരു തുള്ളി വെള്ളം നമ്മൾ ഇടുമ്പോൾ ഒരു തുള്ളി വെള്ളമാണ്, അത് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകും. പക്ഷെ പല തുള്ളി വെള്ളമാകുമ്പോൾ അതൊരു ബക്കറ്റിലാകും. കുറച്ചുകൂടെ കൂടുമ്പോൾ അതൊരു ചെറിയ അരുവിയായെന്ന് വരും. ചിലപ്പോൾ കൂടുമ്പോൾ ചിലപ്പോൾ അതൊരു നദിയായെന്ന് വരും. ചിലപ്പോൾ കൂടുമ്പോൾ അതിൻ്റെ ഒരു വലിയ സമുദ്രമായിട്ടോ മാറിയെന്ന് വരും. എല്ലാം വെള്ളമാണ്. ഒരു തുള്ളി വെള്ളത്തിന് ചിലപ്പോൾ വില കൊടുത്തുന്നില്ലെന്ന് വരില്ല. പക്ഷെ ഒരു സമുദ്രം കാണുമ്പോൾ അതിന് വില കൊടുത്തേ പറ്റൂ. മണിക്കൂറുകൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ കരയിൽ നിന്നും അങ്ങനെ കരയിലെത്താൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി സാധാരണ രീതിയിൽ നമ്മൾ പോകുന്ന വാഹനങ്ങളൊന്നും പോരാ, കപ്പലുകളോ വിമാനങ്ങളോ ഒക്കെ വേണ്ടി വരും. അതിന് നല്ല വില കൊടുത്തേ പറ്റൂ. ഐക്യം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐക്യമത്യം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും കാരണം ഐക്യത തകരുന്നതാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുക, അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് ഡൈവോഴ്സുകളുടെ എണ്ണം കൂടുക, നാട്ടിൽ ഫാമിലി കോർട്ടുകളുടെ എണ്ണം കൂടുക. കാരണം ഒന്നിച്ചു നിൽക്കുവാൻ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഐക്യത തകരുകയാണ്, കുടുംബം തകരുകയാണ്. കുടുംബം തകരുമ്പോൾ മക്കൾ അനാഥരാവുകയാണ്, അവർക്ക് ആരുമില്ലാതെയാവുകയാണ്.
ഭാര്യയുടെ വഴിക്ക് പോവുകയാണ്, ഭർത്താവിൻ്റെ വഴിക്ക് പോവുകയാണ്. കുടുംബം അടിസ്ഥാന ഘടകമാണ്. ഒരു സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു വിഷയമായി മാറുകയാണ്. ഒരു സമൂഹത്തിൽ പ്രസ്ഥാനത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഓരോ അംഗങ്ങളെയും ബാധിക്കുകയാണ്. അതൊക്കെ മാറണം. നമ്മൾ ഒന്നിച്ചു നിന്ന് ചിലത് നേടിയെടുക്കണം. ദൈവസന്നിധി ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒന്നിച്ചു നിൽക്കുവാൻ വേണ്ടി, ഐക്യതയോടെ നിൽക്കുവാൻ വേണ്ടി, ചേർന്ന് നിൽക്കുവാൻ വേണ്ടി. മനുഷ്യൻ ദൈവത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം സമ്പൂർണ്ണം വിജയികളായിട്ട് മാറും. മറ്റുള്ളവരെ സ്നേഹത്തോടെ കാണുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ കണ്ണുനീരിൽ ചേർന്ന് നിൽക്കുവാൻ, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളാകുമ്പോൾ ആർപ്പിൻ്റെ ദിനങ്ങളാണ് നമുക്ക് മുമ്പ് ശേഷിക്കുന്നത്. ആർപ്പിൻ്റെ നാദങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരുന്നത്. തീർച്ചയായും ആർപ്പിൻ്റെ നാദം ഉയർത്തുവാൻ, ആർപ്പിൻ്റെ ദിനങ്ങൾ മുൻപിൽ നിൽക്കുന്നതിനെ വരവേൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.